തങ്കമണി. തങ്കമണി. തങ്കമണി ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴേ കറക്റ്റ് സീരിയലിന് ടൈറ്റിൽ, അതേ ഫോണ്ട്, അതേ ഗ്രാഫിക്സ്. തങ്കമണി എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഒരു സീരിയൽ പോലെ പല ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും തങ്കമണി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ഇറങ്ങിയ ദിവസം തന്നെയാണ് കണ്ടത്. പക്ഷേ ഐ വാസ് വെയിറ്റിംഗ്. എന്താ ആരുമൊന്നും പറയാത്തത്? ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആയിട്ട്, സെക്കൻഡ് ഹാഫ് ക്ലാസ് മാസം ചേർന്നാണ്. നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. റിയൽ ഇൻസിഡന്റ് ബേസ് ആയതുകൊണ്ട് ഈ സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെ ഈ ഇൻസിഡന്റിനെ കുറിച്ച് പഠിച്ചിട്ടാണ് സിനിമയ്ക്ക് പോകാൻ. ഈ പോക്കത്ര ശരിയല്ല. സൂപ്പർ പടം. അയാളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സിനിമ മുഴുവൻ കണ്ടു തീർത്തതിന് ശേഷം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വെക്കായില്ല. വളരെ ദയനീയം. പടം കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാശ് കൊടുത്ത് ഡീഗ്രേഡിങ്, മനഃപൂർവ്വം ഡീഗ്രേഡിങ്, ഒന്നും കൊള്ളൂല, അതിൽ കൊള്ളൂല. വളരെ മോശം. അത് സിനിമ ഫ്ലോപ്പ് ആയിട്ട് വന്ന് റിവ്യൂവേഴ്സിനെയോ നാട്ടുകാരെയോ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും അതുപോലെ തന്നെ ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒഴിച്ചാൽ പിന്നെ സെക്കൻഡ് ഹാഫിലാണ് സ്റ്റോറി വരുന്നത്. സത്യം പറഞ്ഞാൽ ദിലീപണ്ണൊക്കെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത്. അതിനും സന്തോഷം. പക്ഷെ പുള്ളിക്ക് കൊടുക്കുന്നതും പുള്ളിയുടെ ഓക്കെ അടിക്കുന്നതല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റൂ. ദിലീപ് കുറെ കൂടെ സെലക്റ്റീവ് ആവണം. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? നിനക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ? യൂഷ്വലി ദിലീപ് പടങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കുറവാണ്. നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷയോടെ പോയത്. പോയി ഞാൻ പോട്ടെ, അല്ലാതെ പിന്നെ ആദ്യം തന്നെ എനിക്ക് എൻ്റെ മേക്കപ്പ് ചെയ്ത ആൾക്കാരെ കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. മിണ്ടരുത്. അവരെങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വരുന്നു ഇമാതിരിയുള്ള വിഗുകളൊന്നും എനിക്കറിയത്തില്ല. സിനിമ നന്നായി എഴുതിയിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തോ കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴും ഒരു ആത്മാവില്ലാത്ത കഥാപാത്രങ്ങളുടെ ഒക്കെ പറയില്ലേ, ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക. You won't be getting another chance. Did you understand? Now go back and do your work. എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ.